തന്നെ രേണു. അപ്പൊ ക്യാമറാമാൻ എന്നോട് വന്നിട്ട് അയാളുടെ പേര് എനിക്കതല്ല, പുറകെ നിന്നുള്ള ആംഗിളാണ് വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഈ കള്ള വിപിലാലെന്ന് പറയുന്ന ഈ കള്ള 28-29 ടേക്കായിട്ട് എടുത്തിട്ട് 21 റീൽസ് ഇട്ടിട്ടുണ്ട് അവര്. അന്ന് മുതലേ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരുമോ? നമ്മൾ കാണിച്ചു കൊടുക്കണം, എന്നാ പിന്നെ നമ്മൾ കാണിച്ചാൽ പോരെ. ഹലോ ഗീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രേണുസുതി റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ വലിയൊരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ പടർന്ന് പന്തലിക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ രേണുസുതി, അതായത് ദുബായിൽ നിന്ന് വന്നിട്ടുള്ള രേണുസുതിയുടെ ആദ്യത്തെ ഒരു ആൽബം ഷൂട്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇവള് മദ്യപിച്ചിട്ട് കിടന്ന് കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങൾ, ഇത് നമ്മൾ ആരും പറഞ്ഞുണ്ടാക്കിയതല്ല. ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന രേണുവിന്റെ കൂടെ അഭിനയിച്ച ആ ഒരു വ്യക്തി തന്നെ നേരിട്ട് വന്നിരുന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും ഇതും കേട്ടിട്ടും കണ്ടിട്ടും കുറെ എണ്ണങ്ങൾ അവളെ താങ്ങാൻ വരുന്നുണ്ടെങ്കിൽ ആ താങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പോയി വല്ല പണി നോക്കാനേ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് രേണുസുതിയുടെ കൂടെ അഭിനയിച്ച ആ ഒരു വ്യക്തിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഒരു സഹകരണം വേണം. എനിക്കും ഇത് വലിയ കാര്യത്തിൽ അറിയില്ല, നമ്മളിതൊന്നും കോഴ്സ് എടുത്ത് പഠിച്ചതല്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വീഡിയോസിൽ ഞാൻ ഇത്തരം വൾഗാരിറ്റികൾ സപ്പോർട്ട് ചെയ്തൊന്ന് കാണണം. ഈ മദ്യപിക്കുന്ന പിക്ചർ മദ്യപിക്കുന്ന ഇവർ നമ്മുടെ കൂടെ മദ്യപിച്ചില്ല, നമ്മൾ കൊണ്ടുവന്ന സാധനം അടിക്കാൻ പറ്റിയില്ല. കാരണം ഇവരുടെ കൂടെ പോയിട്ട് വന്നാണ്, ഇവരുടെ കൂടെ പോയി വന്ന മദ്യം തന്നെയാണ് അടിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. കാരണം മണമൊന്നുമില്ല, പക്ഷെ ആള് പക്കാ വയലന്റ്. പുറത്തേക്ക് ഇറങ്ങുകയാണ്, റൂമിൽ നിന്ന് ഒരാളോട് സ്വകാര്യമായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരോട് സംസാരിക്കല്ല, പുറത്താണ് യൂട്യൂബേഴ്സ് വെക്കുന്നത്, അവരുടെ മുമ്പിലേക്ക് അങ്ങനെ ചെല്ലാണ്. എന്നിട്ട് അങ്ങോട്ട് ഒച്ച ഉണ്ടാക്കുകയാണ്. അത് രസം, ഇവള് ഈ ഒച്ച ഉണ്ടാക്കിയ ഒറ്റ വീഡിയോ പോലും ഉമ്മാരെടുത്തിട്ടില്ല. കാരണം ഇവന്മാരാണല്ലോ കൊണ്ടുപോയി ഈ കോലത്തിലാക്കിയത്. ഉമ്മാരെടുത്താൽ എന്തായിരിക്കും, ഇവളെങ്ങനെ ആയി എന്നുള്ള ചോദ്യം വരില്ലേ? അതാ ഞാനും ചോദിക്കുന്നത്, ഇവരെന്താ വീഡിയോ എടുക്കാഞ്ഞ്? സാധാരണ മുക്കിയാലും മുള്ളിയാലും എടുക്കുന്നതല്ലേ. അമ്മ പ്രസവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ വെക്കുന്ന ടീമാണ് ഇവര്, അല്ലേ? അവര് ഈ രേണു അവിടെ കിടന്ന് അത് പറ്റില്ല, ഇത് പറ്റില്ല, അങ്ങനെ ആക്കില്ലേ, ഞാൻ കംഫർട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ അന്തമില്ലാതെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പുറത്ത് കൈയ്യട്ടിക്കാം, ഒന്നും വേണോന്ന് ചോദിച്ചിട്ടില്ല, അപ്പോഴാ പറ്റില്ല എന്ന് പറയുന്നത്. എന്തെങ്കിലും വേണം. എന്താ അവര് നരേഷൻ പറയാന്നറിയാമോ? നിങ്ങൾ അവരോട് മിസ്ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും കോംപ്രമൈസിന് പറഞ്ഞിട്ടുണ്ടാകും. അതിനാണ് ഞാൻ ഈ 3-4 ദിവസം കൊടുത്തത്. അവർ ഇത്രയും വീഡിയോ എടുത്തിട്ടും 21 വീഡിയോ ഇട്ടിട്ടും അവർ ഈ വീഡിയോ എന്താ എടുക്കാന്? ഞാൻ പറഞ്ഞത് എന്താ എടുക്കാന്? ഞാൻ അവർക്ക് 3 ദിവസം കൊടുത്തില്ലേ? അവർ എവിഡൻസ് കൊണ്ടിട്ടേ ഞാൻ എന്താണ് അവരോട് പറഞ്ഞതെന്നുള്ളത്. ഞാൻ എന്തെങ്കിലും വൃത്തികേടോ അനാവശ്യമോ അവരോടെന്നല്ല, ഈ കാലഘട്ടത്തിൽ ആരോടെങ്കിലും പറഞ്ഞു തെളിയിച്ചാൽ പരിപാടി നിർത്തും. ആണുങ്ങളായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, സ്ത്രീകൾ പോരാഞ്ഞിട്ടല്ല. ഇവര് മാത്രമേ വരാറുള്ളൂ, ഇവര് വീട്ടിൽ നിന്ന് വേറെ ആരും വരാറില്ലേ? മാനേജർ വരുന്ന പറഞ്ഞിരുന്നത്, മാനേജറിലാണ്ട് താമരശ്ശേരി ഒറ്റയ്ക്ക് വന്നിറങ്ങി. അത് സത്യത്തിൽ എനിക്കൊരു ചെറിയ വിഷമം തോന്നിയിരുന്നു. കാരണം ഒരു സ്ത്രീ ഒറ്റയ്ക്ക്, ഞാൻ വീട്ടിലേക്ക് ഡ്രൈവറെ ആവട്ടെ, അവൻ പോയി എടുത്തുകൊണ്ടിരുമ്പോ ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചു മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഉള്ളിലൊരു സങ്കടം വന്നു. കാരണം ഞാൻ വിചാരിച്ച മാനേജർ ഉണ്ടാവുന്ന. അപ്പൊ ആ ഇറങ്ങുന്ന സമയത്ത് ഒരു ഇച്ചിരി വൈകിട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോയാനേ ചിലപ്പോൾ. പക്ഷെ താമരശ്ശേരിയാണ്, അങ്ങനത്തെ വിഷയം. പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് അവര് വണ്ടി ഇറങ്ങുന്നത്. അതൊന്നും വിഷയമല്ല. പിണങ്ങി പോയതല്ല, അവര് അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കി. അപ്പൊ ഞാൻ യൂട്യൂബേഴ്സിനോട് ചോദിച്ചു. എന്തായാലും ഈ ഒരാളാണ് രേണുവിന്റെ കൂടെ അന്ന് അഭിനയിക്കാനുണ്ടായിരുന്നതും അതുപോലെ ആ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു വ്യക്തി ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോൾ കുറേയധികം യൂട്യൂബേഴ്സിനെ കൊണ്ടാ ചെന്നേന്ന് പറയുന്നു. അത് നമുക്കറിയാവുന്ന കാര്യം, കാരണം ഞാനും നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. രേണു ഒരു ഇനാഗ്രേഷന് വന്നപ്പോൾ ഒരു 10-15 യൂട്യൂബേഴ്സ് എങ്കിലും ഇവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് ഇവൾ കൊണ്ടുവരുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ആൽബം ഷൂട്ടിംഗ് ലൊക്കേഷനിലും കുറേയധികം മീഡിയക്കാരുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ കടന്നുകൊണ്ട് ഇവളുടെ പ്രഹസനം ചെറുതൊന്നുമല്ല, അത് നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനും. അങ്ങനെ ഇവള് അവിടെ കിടന്നിട്ട് ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ, അവൾക്ക് അവിടെ കംഫർട്ട് അല്ല. കാരണം ഇവള് മദ്യപിക്കോ നല്ല മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. ഇവള് വല്ലാതെ വയലന്റ് ആകുന്നു. എന്നിട്ട് ഒന്നിനും ഇവള് തയ്യാറല്ല, ഇവള് അഭിനയിക്കാനോ ഒന്നിനും അവൾക്ക് കംഫർട്ട് അല്ല എന്ന് പറഞ്ഞ് ഇവള് ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളവും ഉണ്ടാക്കി എന്നാണ് ആ ഒരു വ്യക്തി പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ രേണു തന്നെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഇവളുടെ അടുത്ത് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് മോശപ്പെട്ട രീതിയിലുള്ള ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞു എന്നാ ഇവള് പറയണേ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രേണു കുറച്ച് കാര്യങ്ങൾ മീഡിയക്കാരോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കാണാം. ലാസ്റ്റ് ഇപ്പം രേണു അഭിനയിക്കാൻ പോയ ഒരു ആൽബം ഷൂട്ട് മുടങ്ങി.
അതില് ഒരുപാട് ആരോപണങ്ങൾ രേണു അതില് ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വെറും പച്ചക്കള്ളമാണെന്ന് നമുക്ക് ഞാനും കുറച്ച് ആൾക്കാരോടാണ്, നമ്മളെ മീഡിയക്കാരെ കുറച്ച് പേര് അവര് പ്രമോഷന് വേണ്ടി വിളിച്ചു. അതായത് എന്നോട് ഈ വിപിൻ എന്ന് പറയുന്ന വിപിൻലാൽ എന്ന് പറയുന്ന ഈ ചെറ്റൻ തന്നെ ഞാൻ പബ്ലിക്കായിട്ട് പറയാം, അതുപോലെ വൃത്തികെട്ടവനാണ് ഈ വിപിൻലാൽ എന്ന് പറയുന്നവൻ. അവൻ കുണുങ്ങി എന്ന ആൽബത്തിലാണ് എന്നെയും ദാസേട്ടനെയും വെച്ചുള്ള ആൽബത്തിലാണ് ഞാൻ അയാളെ കാണുന്നത്. അന്ന് അയാൾ ഡയറക്ടറായിരുന്നു. ഇതിനുശേഷം അയാള് കുറെ നാൾ മുന്നേ എന്റെ അടുത്ത് ഒരു ദുബായിലോ അബുദാബിയിലുള്ള ഒരു സൗദിയിലുള്ള ഒരു പെണ്ണാണ് ഇതിന്റെ ഡയറക്ടർ, 24 മണിക്കൂറും വിളിച്ചോണ്ടിരിക്കും അങ്ങോട്ടും. അപ്പൊ ഞാൻ ചോദിച്ചത് ആര്? ഇതാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ അല്ല പ്രൊഡ്യൂസറാന്ന് പറഞ്ഞു. പ്രൊഡ്യൂസർ കാശ് അയച്ചു തന്നു. ഇവൻ ഈ പറയുന്ന പോലെ 15 20 ഒന്നും അയച്ചു തന്നിട്ടില്ല, എനിക്ക് അഡ്വാൻസ് അയച്ചു തന്നിട്ട് ഒരു പുതിയൊരു ആൽബം ഉണ്ട്. എന്നോട് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് തന്നെ അറിയണു. അപ്പൊ ക്യാമറമാൻ എന്നോട് വന്നിട്ട് അയാളുടെ പേര് എനിക്കതല്ല, പുറകെ നിന്നുള്ള ആംഗിളാണ് വെക്കുന്നത്, രേണുവിന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു പറ്റത്തില്ല. അപ്പൊ ഈ കള്ള വിപിൻലാൽ എന്ന് പറയുന്ന ഈ കള്ള തേർഡ് റേറ്റ് അവന്റെ ഭാര്യ പറയാണ് ഞാൻ എടുത്ത് ഡെമോ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു നടക്കത്തില്ല ചേച്ചി, എനിക്ക് അങ്ങനെ പറ്റത്തില്ല. അതും പോരാഞ്ഞിട്ട് ഞാൻ അപ്പം ദാസേട്ടനും പ്രതീക്ഷൊക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്. ഞാൻ പറഞ്ഞു എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്, എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ച് വെച്ച് എനിക്ക് നിങ്ങളുടെ എടുക്കാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് പറ്റൂല, ഒരു ആൽബം ആണെങ്കിൽ സിനിമയാണെങ്കിൽ ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. പറ്റൂല. ആദ്യം ഞാൻ മിതത്വമായിട്ടാ പറഞ്ഞ പറ്റൂല ചേട്ടാ പ്ലീസ്, എനിക്ക് പറ്റൂല. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാൻ അയാളെ മദ്യപിച്ച അവശയായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല. ഇവർ ഈ പറയുന്ന ഇവരല്ലെങ്കിൽ തെളിവ് കൊണ്ടിട്ട് ഒരു സിഗരറ്റും വലിച്ചില്ല, മദ്യവും കഴിച്ചിട്ടില്ല. ഞാൻ ആകെ എന്റെ മീഡിയക്കാരായ സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോട് എനിക്ക് ഇവരെ ചായ പോലും പച്ച വെള്ളം പോലും ഇവർ തരാറാണ്, ചായ പോലും വൈകുന്നേരം ആയപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി ചായ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇവരെ കൂട്ടിക്കൊണ്ട് ചായയും ആ താഴത്തെ കടയിൽ അറിയാൻ ചായയും പരിപ്പോടെ മാത്രമാണ് ഞാൻ കഴിച്ചത്. അതിട്ടാണ് തിരിച്ചു വന്നത്. കേട്ടല്ലോ, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രേണുസുധിയുടെ ന്യായീകരണങ്ങളൊക്കെ കേട്ടല്ലോ. ഇവളെ ആരും വിശ്വസിക്കരുത്. കാരണം ഇവക്കൊരു നാണവോ മാനവോ ഇല്ലാതെ സബ്സ്ക്രിപ്ഷനിൽ ഇവൾ കാണിച്ചു കൂട്ടുന്ന അഴിഞ്ഞാട്ടം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇവക്ക് ഏത് രീതിയിൽ അഭിനയിക്കുന്നതിന് ഒരു ഉളുപ്പുമില്ലാത്തവളാ. പ്രതീഷിന്റെയും ദാസേട്ടന്റെ ഒക്കെ കൂടെ എങ്ങനെ വേണേലും കെട്ടിമറിയുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. ഇവൾ അങ്ങനെ അഭിനയിക്കുന്നതുകൊണ്ടല്ലേ ഇപ്പൊ ഈ ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അവർ പറയുന്ന രീതിയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവക്കത് പറ്റത്തില്ല. കാരണം കൂടെയുള്ളത് പ്രതീഷും ദാസേട്ടനൊന്നും അല്ലല്ലോ. അവരുടെ കൂടെയാണെങ്കിൽ എന്ത് വൃത്തികേട് കാണിക്കാൻ ഇവക്കൊരു മടിയുമില്ല. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ആളുടെ അടുത്ത് നിന്ന് ഇവളെ അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ടാണ് ഇവളെ അഭിനയിക്കാനായിട്ട് വന്നത്. എന്നിട്ട് എന്തുകൊണ്ട് പിന്നെ അവർ പറഞ്ഞ രീതിയിൽ ഇവക്ക് അഭിനയിക്കാൻ പറ്റിയില്ല? സംഭവം ഇതൊന്നും അല്ല. ഇവളുടെ കൂടെ അഭിനയിച്ച ആ ഒരു നായകൻ തന്നെ, അതായത് ആ ഒരു പുള്ളിക്കാരൻ തന്നെയാണ് ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പുള്ളിയും പുള്ളിയുടെ ഭാര്യയും കൂടെയാണ്. ആ ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവളും കുറെ മീഡിയക്കാരും ഉണ്ടായിരുന്നു. ഈ മീഡിയക്കാരുമായിട്ട് ഇവള് പുറത്തു പോയിട്ട് വരുന്നു, എന്തൊക്കെയോ കുടിക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്തിട്ട് വരുന്നു. അതിനുശേഷം ഇവള് ഭയങ്കരമായിട്ട് അങ്ങ് വയലന്റ് ആകുന്നു. അവിടെ കിടന്ന് ഒച്ചയും ബഹളവും ഒക്കെ എടുക്കുന്നതിന്റെ വീഡിയോ സഹിതം നമ്മുടെ ഷെഫീന ബീവിയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു വ്യക്തിക്ക്, അതായത് ഇവളുടെ കൂടെ അഭിനയിക്കാനും ഇവളെ അഭിനയിക്കാൻ പ്രേരിപ്പിച്ച് എന്നൊക്കെ പറയുന്ന ആ ഒരു വ്യക്തിക്ക് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്കൊന്ന് കാണാം. ഏതെങ്കിലും ബേസിൽ എന്നെ പ്രൊമോട്ട് ചെയ്യാനോ ഞാൻ ഈ ചെയ്യുന്ന ആൽബം ജനങ്ങളിലേക്ക് എത്തിക്കാനോ നിങ്ങൾ നോക്കിയോ? നിങ്ങൾ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂമില് ഇവരെ കുറെ വൾഗാരിറ്റി വീഡിയോസ് ഇട്ടിട്ട് എന്റെ പേരിലേക്ക് ഇടാം. എന്നിട്ട് അവർക്കൊന്നും കാണിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, എത്ര വേണേലും കള്ളു കുടിക്കാന്നുള്ളതും അങ്ങനത്തെ കുറെ സാധനങ്ങൾ. പിന്നെ കോസ്റ്റ്യൂമിന്റെ ഒക്കെ കോടിക്കണക്കിന് വില പറയാ, വെറുതെ കഥ പറയാണ്, ജനങ്ങളെ പറ്റിക്കുക. അത് കഴിഞ്ഞ് ഞാൻ ഷൂട്ടിന് വിളിച്ച് ഇവിടെ വന്ന് എന്റെ ഒരു ബൈറ്റോ ഡീറ്റെയിൽസോ ചോദിക്കുക പോലും ചെയ്യാണ്ട് എനിക്ക് റൂം വേണം, ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യണം, ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യണം, ഇതൊക്കെ പറയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ഈ ഷൂട്ട് ചെയ്യുന്നതിന് ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാൻ ആരാ സമ്മതിക്കലെന്ന്. അവർ സമ്മതിച്ചിട്ടുണ്ട് പോലും. ഞാൻ ചോദിച്ചു നിങ്ങൾ ഏതെങ്കിലും സെറ്റിന്ന് ഈ പറഞ്ഞ പോലെ നായികനെയും വിളിച്ച് കാറിലിറങ്ങി പോയിട്ടുണ്ടോ? ഉണ്ടെന്ന്. അതൊക്കെ പറയട്ടെ ആരാന്ന്, അതൊക്കെ ആരാ സെറ്റിൽ നിന്നാണ് കൊണ്ടുപോയെന്ന് പറയട്ടെ. അവിടെ ഒരു സ്ത്രീയുടെ ഇതല്ലേ അവരിപ്പോ ചെയ്തിട്ടുള്ളൂ, വേറെ ആരോട് ചെയ്തു? ദാസന്റെ കൂടെ ഒക്കെ ചെയ്തതല്ലേ? എന്റെ കൂടെ എന്റെ മേക്കപ്പ് ചെയ്യുന്ന ആളുണ്ട്, അവര് സ്ത്രീയാ. ഇവരൊന്നും വേണ്ട. ആ 2 വില്ലയിലും വ്യക്തമായിട്ട് CC ക്യാമറ ഇരിക്കുന്നുണ്ട്. ഇവരോട് ഞാൻ പറയുന്നതും ഇവരെന്നോട് ഞാൻ ചോദിക്കാൻ മറുപടി ഇല്ല. ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വന്നത്? ഞാൻ ഷൂട്ട് ചെയ്യുന്ന എന്റെ ലൊക്കേഷനിൽ കയറിയിട്ട് എന്റെ ആ
നിങ്ങളും കൂടി എടുത്തിട്ടാ. ഇവർ 21-30 ഇടുന്നോടത്ത് ഞാനൊരു വീഡിയോ വെച്ചിട്ട് 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ആൾക്കാർക്ക് കാണാപ്പാടാവില്ലേ? സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി. ഇവൾ എവിടെ ഷൂട്ടിങ്ങിന് പോയാലും കുറേ മീഡിയക്കാർ അവിടെ ഉണ്ടാവും. ഇതിനു മുന്നേ ഇവൾ അഭിനയിച്ച പല ഷൂട്ടിങ്ങിൻ്റെയും ലൊക്കേഷനിലെ കാഴ്ചകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലും കുറേ മീഡിയക്കാരെയും കൊണ്ടുപോയി. പക്ഷെ ഇവൾ എല്ലായിടത്തും കിടന്ന് കാണിച്ചു കൂട്ടുന്ന വിളച്ചിലൊന്നും ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് നടന്നില്ല. ഇവക്ക് പ്രതീഷിൻ്റെയും ദാസൻ്റെയും ഒക്കെ കൂടെ കടന്നിരിക്കുക, എന്ത് അഴിഞ്ഞാട്ടം വേണമെങ്കിലും കാണിക്കാം, അതിന് അവൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇയാളുടെ കൂടെ ഇയാൾ പറയുന്ന രീതിയിൽ അഭിനയിക്കാനോ അല്ലെ കോസ്റ്റ്യൂം ഇവൾക്ക് പറ്റിയില്ലാന്ന്, കോസ്റ്റ്യൂം ഇവൾക്ക് പറ്റിയില്ലാന്ന്. എന്തുകൊണ്ട് ഇവൾക്ക് പറ്റിയില്ല? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇവൾ സോഷ്യൽ മീഡിയയിൽ ഓരോ റീൽസുകളാണെങ്കിലും അല്ലെങ്കിൽ ഇവളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഇവൾ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ, എന്ത് വൾഗാരിറ്റി നിറഞ്ഞ ഡ്രസ്സുകളാണ് ഇവിടെ ഇടുന്നത്. അതിനൊന്നും അവൾക്ക് കുഴപ്പമില്ല. ഈ ഒരു ആൽബത്തിൽ അവർ പറഞ്ഞ ഡ്രസ്സ് അവൾക്ക് ഇടാൻ പറ്റിയില്ല എന്ന് ആരാ ഈ പറയണേ? നാണോ മാനോ ഉളുപ്പും ഇല്ലാത്ത ഒരുത്തിയാണ് ഇത് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇവൾ പറയുന്നതെല്ലാം പച്ച കള്ളമാണ്. അവളുടെ കൂടെ അഭിനയിച്ച ആ ഒരു വ്യക്തി പറയുന്ന, അതായത് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അന്ന് നടന്ന കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത് തന്നെയാണ് കറക്റ്റ് കാര്യങ്ങൾ. ഇവൾ മദ്യപിച്ചോ മയക്കുമരുന്ന് കഴിച്ചോ എന്തോ വന്ന് കിടന്ന് അഴിഞ്ഞാടി കൂത്താടി. എന്നിട്ട് അവിടെ വഴക്ക് നടന്നുവെന്നും ഈ പറയുന്ന ഒരു യൂട്യൂബേഴ്സും ഒരു മീഡിയക്കാരും എടുത്ത് വീഡിയോ ഇട്ടില്ല. എന്തുകൊണ്ട് ഇട്ടില്ല? കാരണം ഇവളുടെ ബോധം ശരിയല്ലായിരുന്നു. കാരണം ഇവള് അടിച്ച് പിമ്പിരി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവമൊന്നും ഇവരാരും ഒരു മീഡിയക്കാരും എടുത്ത് ഇട്ടില്ല. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്തായാലും അവിടെ അന്ന് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇവൾ കിടന്ന് ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടെ ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് കാണാം. ഞാൻ കേട്ടില്ല. കേട്ടാലും അങ്ങനെ വിളിച്ച് പറയണത്. ഈ ഡ്രസ് എല്ലാം അവിടെ കൊണ്ട് തരാന്നാണ്, വീട്ടിൽ കൊണ്ട് തരാന്നാ പറഞ്ഞത്. അത് തന്നോ? ഇല്ല. ഇവിടെ വന്നപ്പോഴല്ലേ പാർട്ടിയിൽ ഞാനിത് പാർട്ടിയിൽ ഡാൻസ് കളിച്ചൊക്കെ കംഫർട്ടബിൾ ആണ്. ഇവിടെ വന്നപ്പോഴാണോ സീൻ പറഞ്ഞത് ചേട്ടൻ? ഇപ്പോഴാണോ സീൻ പറഞ്ഞത്? ഇപ്പോഴാണോ ചേട്ടൻ സീൻ പറഞ്ഞത്? കള്ളം എന്തിനാ പറഞ്ഞത്? ഞാൻ കേട്ടിട്ട് എല്ലാം കംഫർട്ടബിൾ ആണ്. ഇവിടെ ഷോപ്പ് കാണിക്കണം, അതിന്റെ ആവശ്യമുണ്ടോ എനിക്ക്? അത് ചെയ്താൽ പോരെ? ഇവരെ വെച്ചോണ്ട് ഞാൻ എന്തിനാ ഷോ? ഇത്രയും വീഡിയോക്കാരെ എനിക്കറിയാം. ഇവരെ വെച്ചോണ്ട് ഞാൻ എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? അത് പറ. എന്തിനാ ഷോപ്പ് കാണിക്കുന്നത്? ഞാൻ അഭിനയിച്ചാൽ പോരെ? എനിക്ക് പറ്റത്തില്ല, അത്രേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ ഷോപ്പ് പറഞ്ഞു? കണ്ടല്ലോ, ഇതൊക്കെയാണ് അവിടെ നടന്നത്. ഇവളടിച്ച് പിമ്പിരിയായി എന്തോ മദ്യം കുടിക്കുവോ എന്തോ മയക്കുമരുന്നോ കഞ്ചാവോ എന്തോ അടിച്ച് ഇവിടെ തലക്ക് പിടിച്ച് ഇവിടെ കിടന്ന് ആ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മൊത്തം ബഹളം ഉണ്ടാക്കി ആകെ നാശകോടാലിയാക്കി. അവസാനം ആ ഷൂട്ടിങ്ങും മതിയാക്കി ഇവൾക്ക് അഭിനയിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവള് പോയി. ഇവള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവള് മദ്യപിക്കാറുണ്ട് അങ്ങനെയാ ഇങ്ങനെയാന്ന്. നമ്മൾ ആരെങ്കിലും പറഞ്ഞതാണോ ഈ കാര്യമൊക്കെ? അപ്പം അത് തന്നെ സംഭവം. ഇവള് മദ്യപിക്കുക മാത്രമല്ല, സിഗരറ്റും വലിക്കാറുണ്ട്. ഇതൊക്കെ ഈ ഒരു ഇവളുടെ കൂടെ അഭിനയിച്ച ആ ഒരു വ്യക്തി പറയുന്നുണ്ട്. മദ്യപാനം, സിഗരറ്റ് വലി, എല്ലാ നല്ല ശീലങ്ങളും രേണുസുതിക്കുണ്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ. നല്ലൊരു ഭാര്യയാണ്. ഭർത്താവ് മരിച്ചുപോയൊരു വിധവ. കുടുംബം നോക്കാനും കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് അവസാനം ഈ ഒരു ഗതിയിലായി. ഇനിയും ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരോടുണ്ടല്ലോ ഒന്നും പറയാനില്ല. കാരണം ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ഇതേ രീതിയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇവളെ താങ്ങി തലയെ കൊണ്ട് നടക്കുക. നാളെ ഇതല്ല ഇതിനപ്പുറം ഇവൾ ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഷെഫീന ഇത്ത വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും കൂടുതൽ തെളിവുകൾ ഷെഫീന ഇത്തയുടെ ചാനലിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയും. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. കുറച്ച് ഡ്രസ്സാണ്, മോഡൽ ഡ്രസ്സാണെന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ചേട്ടാ, മോഡൽ ഡ്രസ്സാണ്, ഞാൻ നോക്കട്ടെ, എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാൻ ഞാൻ റാസൽ ഗെയിമിൽ ദുബായിൽ പോവാ, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് അയച്ചു തന്നു, ഞാൻ വീട്ടിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഞാനിത് ഇടത്തേ ഉള്ളൂ, ഇട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. ശരി രേണു, ഞാൻ അയച്ചുതരാം. അപ്പം റാസൽ ഗെയിമെ നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് അവിടെ നമുക്ക് വാട്സപ്പ് കോൾ അവൈലബിൾ അല്ല. വോയിസ് കേട്ട ഞാൻ ഈ പ്രൊമോഷന് പോകുന്നത് 2 മണിക്കും 3 മണിക്കൊക്കെയാണ് ലേറ്റ് ആയിട്ട് ഞാൻ റൂമിൽ വരുന്നത്, പ്രൊമോഷൻ കഴിയുമ്പോഴത്തേനും 6 മണി തൊട്ടുള്ള. അപ്പൊ എനിക്ക് ഈ വോയിസ് ഒന്നും ഞാൻ കേൾക്കത്തില്ല. ചിലപ്പോ കേട്ടെന്ന് വരുത്തി തീർത്ത് ഞാൻ ലൈക്ക് ഇടും.
ഇതാണ് കാര്യം. അപ്പം ഇയാൾ പറഞ്ഞതോ ഒന്നും ഞാൻ കേട്ടില്ല, ഇയാൾ പറഞ്ഞിട്ടുള്ളതൊന്നും എനിക്കറിയത്തില്ല, ഇന്ന സീനൊന്നും എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ആൽബം ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി തെറുത്താത്തയുടെ കൊട്ടേഷനുമായിട്ട് എന്നെ എന്തോ കരുതി കൂട്ടി ഇവരെല്ലാം ചതിച്ചിട്ട് തെറുത്താത്തക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ. അതായത് എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയ തെറുത്താത്ത അതുപോലെ ഇപ്പൊ പലരെ വെച്ചിട്ട് എന്നെ കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.